ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ EVS 7th ചാപ്റ്റർ ആണ്. നോ ദ ഡയറക്ഷൻസ്, നോ അവർ ഹോംലാൻഡ്. ഇതിന്റെ മലയാളം മീഡിയം, അതായത് ദിക്കറിയാം നാടറിയാം എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ STD4 EVS എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് നോക്കൂ, ഒരു അമ്മയും മോളും സ്കൂട്ടറിൽ എങ്ങോട്ടേക്കോ യാത്ര പോവുകയാണ്. അപ്പൊ അമ്മ പറയാണ്, ഡോട്ടോ ഐ തിങ്ക് വി ഹാവ് ലോസ്റ്റ് അവർ വേ. മോളെ, നമുക്ക് നമ്മുടെ വഴി തെറ്റിയെന്ന് തോന്നുന്നു. ഷാൾ വി ചെക്ക് ദ GPS മാം? നമുക്ക് GPS നോക്കിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താ മക്കളെ GPS? നമ്മളെ വഴി കണ്ടെത്താനൊക്കെ സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണല്ലേ GPS. യു മൈറ്റ് ഹാവ് നോട്ടീസ് ദ യൂസ് ഓഫ് GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, ടു ഫൈൻഡ് ദ വേ വൈൽ ട്രാവലിംഗ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴി കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന GPS-നെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് മൊബൈലിലൊക്കെ അത് ലഭ്യമാണ്. Global Positioning System or GPS is a satellite-based system that provides users with information about their location and time. നമ്മൾ സാറ്റലൈറ്റിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ സാറ്റലൈറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണെന്ത് GPS എന്നുള്ളത്. അത് നമുക്ക് നമ്മളുടെ ഓരോ ലൊക്കേഷനും അതുപോലെ സമയത്തെ കുറിച്ചൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. വാട്ട് വർ ദ മെത്തേഡ്സ് വി യൂസ് ടു ഫൈൻഡ് ദ റൂട്ട്സ് ബിഫോർ GPS came into use? GPS വരുന്നതിന് മുന്നേ നമ്മൾ വഴി അറിയാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മാർഗങ്ങളായിരുന്നു സ്വീകരിച്ചിരുന്നത്? ബൈ ആസ്കിങ് അതേഴ്സ്, മറ്റുള്ളവരോട് ചോദിച്ചു പോകുമായിരുന്നു. അതുപോലെ ബൈ ഒബ്സർവിങ് ദ സ്റ്റാർസ് ആൻഡ് ദ സൺ, രാത്രി കാലങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ നക്ഷത്രങ്ങളെയും സൂര്യനെയും ഒക്കെ നോക്കിയിട്ട്, രാത്രി സൂര്യനില്ല, പകലാണെങ്കിൽ സൂര്യനെയും ഒക്കെ നോക്കിയിട്ട് പോവും. അതുപോലെ യൂസിങ് കോമ്പാസസ്, നമ്മളുടെ വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ചിരുന്നു. ബൈ ലുക്കിംഗ് അറ്റ് മാപ്പുകൾ, ഭൂപടങ്ങൾ ഉപയോഗിച്ചിരുന്നു. ബൈ ആസ്കിങ് പാസർ ബൈസ് ആൻഡ് ലോക്കൽസ്, യാത്രക്കാരോടും നാട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് പോകുമായിരുന്നു. ബൈ യൂസിങ് നാച്ചുറൽ സൈൻസ് സച്ച് ആസ് മൗണ്ടെയിൻസ്, റിവേഴ്സ്, ഹിൽസ് എക്സെട്ര, മലകള്, കുന്നുകള്, പുഴകള് തുടങ്ങിയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള അടയാളങ്ങൾ നോക്കി വെച്ചിട്ട് അങ്ങനെയും പോകുമായിരുന്നു. Before the implementation of modern systems, we depends on directions in order to find out routes and to determine the location. അപ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങൾ വരുന്നതിന് മുന്നേ നമ്മൾ ദിശകൾ, ഡയറക്ഷൻ, ദിക്കുകളും ദിശകളും ഒക്കെ ആയിരുന്നു വഴി കണ്ടെത്തുന്നതിനായിട്ട് യൂസ് ചെയ്തിരുന്നത്. Which are the different directions that you know? നിങ്ങൾക്ക് അറിയാവുന്ന വ്യത്യസ്ത ദിശകൾ ഏതൊക്കെയാണ്, ഡയറക്ഷൻസ് ഏതൊക്കെയാണ്? ഈസ്റ്റ് കിഴക്ക്, വെസ്റ്റ് പടിഞ്ഞാറ്, നോർത്ത് വടക്ക്, സൗത്ത് തെക്ക്. വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ? ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്തിരുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ്? ഒബ്സർവിംഗ് ദ പൊസിഷൻ ഓഫ് ദ സൺ, സൂര്യന്റെ പൊസിഷൻ, സ്ഥാനം നോക്കിയിട്ട്, അതായത് രാവിലെ സൂര്യൻ കിഴക്കാണ്, ഈസ്റ്റ് ആണ് ഉദിക്കുക, പിന്നെ വൈകുന്നേരം വെസ്റ്റ് ആണ് അസ്തമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ഒബ്സർവിംഗ് ഷാഡോസ്, നിഴലുകൾ നോക്കിയിട്ട്. ഒബ്സർവിംഗ് സെർട്ടൻ സ്റ്റാർസ്, ചില പ്രത്യേക നക്ഷത്രങ്ങളെ നോക്കിയിട്ട്. ബൈ യൂസിങ് നാച്ചുറൽ സൈൻസ് സച്ച് ആസ് ഹിൽസ്, റിവേഴ്സ്, സീ, മൗണ്ടൻസ് എക്സെട്ര, ചില പ്രകൃതിദത്ത അടയാളങ്ങൾ നോക്കിയിട്ട്. മലകൾ ഈ ദിശയിലാണ്, അല്ലെങ്കിൽ റിവേഴ്സ് ഈ ദിശയിലാണ്, ഹില്ലുകൾ ആ ദിശയിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട്. ലെറ്റ് us see how Ahana finds the direction based on the position of the rising sun. ഉദയസൂര്യനെ ആസ്പദമാക്കിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ബേസ് ചെയ്തുകൊണ്ട് അഹാന ഡയറക്ഷൻ നോക്കുന്നത് നമുക്ക് നോക്കാം. അഹാന ഇവിടെ സൂര്യനും അഭിമുഖമായിട്ട് നിൽക്കുന്ന ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? നോക്കൂ, അത് ഉദയ സൂര്യനാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, റൈസിങ് സൺ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ സൺ അപ്പിയേഴ്സ് ടു റൈസ്? സൂര്യൻ ഏത് ഡയറക്ഷനിൽ നിന്നാണ് ഉദിക്കുന്നത്, റൈസ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈസ്റ്റ് ആണ്. ടു വിച്ച് ഡയറക്ഷൻ ഈസ് അഹാന ഫേസിങ്? അപ്പോൾ അഹാന ഏത് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നത്? ഈസ്റ്റ് ആണ് അല്ലേ? ഉദയസൂര്യനെ നോക്കിയാണ്, അപ്പൊ ഈസ്റ്റിലേക്കാണ്. വിച്ച് ഡയറക്ഷൻ ഈസ് ബിഹൈൻഡ് അഹാന? അഹാനയുടെ നേരെ പുറം ഭാഗം ഏത് ദിശയാണ്? ഈസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ്, അത് വെസ്റ്റ് ആണ്. വിച്ച് ഡയറക്ഷൻ ഈസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് അഹാന? അഹാനയുടെ ലെഫ്റ്റ് സൈഡ്, അതായത് അഹാന കൈ ചൂണ്ടി നിൽക്കുന്ന സൈഡ് ഉണ്ടല്ലോ, ആ സൈഡ് ഏതാണ്, ഏത് ഡയറക്ഷൻ ആണ്? നോർത്ത് ആണ്. ദെൻ വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ ഓൺ ഹർ റൈറ്റ് സൈഡ്? അപ്പോൾ റൈറ്റ് സൈഡ് ഏതാണ്? ലെഫ്റ്റ് നോർത്ത് ആണെങ്കിൽ റൈറ്റ് അതിന് ഓപ്പോസിറ്റ് സൗത്ത് ആണ്. ഹൗ ക്യാൻ വി ഫൈൻഡ് ദ ഡയറക്ഷൻസ് വെൻ ദ സൺ ഈസ് നോട്ട് വിസിബിൾ ടു അസ്? സൂര്യനെ കാണാത്ത സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡയറക്ഷൻ നോക്കിയിരുന്നത്? ദ കോമ്പസ് ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് ഡയറക്ഷൻ വെൻ ദ സൺ ഈസ് നോട്ട് വിസിബിൾ. ദാറ്റ് മീൻസ് അറ്റ് നൈറ്റ് ഇറ്റ് ഓൾവേസ് ഇൻഡിക്കേറ്റ്സ് ദ നോർത്ത് ഡയറക്ഷൻ.
ഇങ്ങനെ സൂര്യൻ ഇല്ലാത്ത സമയത്ത്, അതായത് രാത്രി കാലങ്ങളിലൊക്കെ നമുക്ക് ഡയറക്ഷൻ മനസ്സിലാക്കണമെങ്കിൽ കോമ്പസ് ഉപയോഗിക്കാം. അതായത് നമ്മുടെ വടക്ക് നോക്കി യന്ത്രം ഉണ്ടല്ലോ, അപ്പൊ അത് പേര് പോലെ തന്നെ വടക്ക് ദിശയെ, നോർത്ത് ഡയറക്ഷനെ ആയിരിക്കും അതെല്ലാ സമയവും ഇൻഡിക്കേറ്റ് ചെയ്യുക. നോർത്ത് ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും സൗത്തും ഈസ്റ്റും വെസ്റ്റും ഒക്കെ കണ്ടുപിടിക്കാം. മാഗ്നറ്റിക് കോമ്പസ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു ഉപകരണമാണ് കോമ്പസ് എന്നുള്ളത്. ദർ ഈസ് എ മാഗ്നറ്റിക് നീഡിൽ ഇൻ ദ സെന്റർ ഓഫ് ദ കോമ്പസ്. ഈ കോമ്പസിന്റെ സെന്ററിലായിട്ട് ഒരു മാഗ്നറ്റിക് നീഡിൽ ഉണ്ട്, അതായത് കാന്തം കൊണ്ടുള്ള ഒരു സൂചിയുണ്ട്, കാന്തിക സൂചിയുണ്ട്. ദിസ് നീഡിൽ ഓൾവേസ് പോയിന്റ്സ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഈ സൂചി എല്ലാ സമയവും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും കാണിക്കുക. അതിൽ ഈ റെഡ് മാർക്ക് ചെയ്ത നീഡിൽ കണ്ടോ, റെഡ് കളറിലുള്ളത്, അതാണ് നോർത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദ സ്പെസിഫിക്കലി മാർക്ക്ഡ് ടിപ്പ് ഓഫ് ദ നീഡിൽ ഇൻഡിക്കേറ്റ്സ് ദ നോർത്ത് ഡയറക്ഷൻ. പ്രത്യേകം മാർക്ക് ചെയ്തിരിക്കുന്ന ഈ നീഡിൽ, അതായത് പ്രത്യേകം എന്ന് പറയുമ്പോൾ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ നീഡിൽ നോർത്ത് ഡയറക്ഷനെ കാണിക്കുന്നു. Shall we help Rahan to find the direction using a compass? കോമ്പസ് ഉപയോഗിച്ച് റഹാൻ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് സഹായിച്ചാലോ? Find out the direction towards which Rahan is facing. റഹാൻ ഏത് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. When we observe the needle in the compass which Rahan holds, it can be seen that he is facing the south. റഹാന് നിൽക്കുന്ന സമയത്ത് നോക്കൂ, റഹാന്റെ നേരെയാണ് നമ്മളുടെ നോർത്ത് ഡയറക്ഷൻ വരുന്നത്. റെഡ് നീഡിൽ കണ്ടോ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? സൗത്ത് ആണല്ലേ. അപ്പൊ റഹാൻ ഫേസ് ചെയ്യുന്നത് സൗത്ത് ഡയറക്ഷനിലേക്കാണ്. വിച്ച് ഈസ് ദ ഡയറക്ഷൻ ഓൺ റഹാൻസ് ലെഫ്റ്റ് സൈഡ്. അങ്ങനെയാണെങ്കിൽ റഹാന്റെ ലെഫ്റ്റ് സൈഡ്, ഇടതുഭാഗം, ഇതാണ്. ഇത് ഏതാണ്? ഇത് ഈസ്റ്റ് ആയിരിക്കും. then name the direction on റഹാൻസ് റൈറ്റ് സൈഡ്. റഹാന്റെ റൈറ്റ് സൈഡ് ഏതാണ്? ഈസ്റ്റിന് ഓപ്പോസിറ്റ് വെസ്റ്റ് ആണ്. Likewise, try to find out the directions of your classroom using a compass. അപ്പൊ അതുപോലെ നിങ്ങളുടെ ക്ലാസ് റൂമിലെ ഡയറക്ഷനുകൾ കോമ്പസ് വെച്ച് കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തൊക്കെയാ കാണേണ്ടത്? ഇൻ വിച്ച് ഡയറക്ഷൻ ഇസ് ദ ബ്ലാക്ക് ബോർഡ് ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ്സിലെ ബ്ലാക്ക് ബോർഡ് എവിടെയാണ്, ഏത് ഡയറക്ഷനിലാണ് വെച്ചിരിക്കുന്നത്? ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ ഡോർ ഓഫ് ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിന്റെ ഡോർ ഏത് ഡയറക്ഷനിലാണ്? ഇതൊക്കെ എഴുതണം. അപ്പൊ ഇതൊക്കെ ഓരോരുത്തരുടെ ക്ലാസ്സും അതുപോലെ അവിടെയുള്ള ഈ വെച്ചിരിക്കുന്ന ഓരോ സംഭവങ്ങളും ഓരോരുത്തരുടേതും ഡിഫറെന്റ് ആയിരിക്കും. സോ അത് നിങ്ങൾ എന്ത് ചെയ്യാം, ആയിട്ട് നിങ്ങളുടെ ഇതിനനുസരിച്ച് എഴുതുക കേട്ടോ. Let us mark the directions. We have already found out the directions of different objects in our classroom. Let us draw a sketch of the classroom. അപ്പൊ നമ്മൾ നമ്മളുടെ ഓരോ ക്ലാസ്സിലുള്ള ഓരോ ഒബ്ജക്ട്സും ഏതൊക്കെ ഡയറക്ഷനിലാണെന്ന് കണ്ടുപിടിച്ചു അല്ലേ. ഇനി നമുക്ക് ക്ലാസ് റൂമിന്റെ ഒരു സ്കെച്ച് വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. How are the directions marked when you make a sketch? നിങ്ങളൊരു സ്കെച്ച് വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഡയറക്ഷൻ ആണ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇവിടെ ഈ യെല്ലോ കോളത്തിൽ തന്നിട്ടുണ്ട്. സ്റ്റാൻഡ് ഫേസിംഗ് ദ നോർത്ത്. ആദ്യം നിങ്ങൾ നോർത്തിലേക്ക് അഭിമുഖമായിട്ട് നിൽക്കുക. പ്ലേസ് ദ പേപ്പർ ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആൻഡ് മാർക്ക് ഓൾ ദ 4 ഡയറക്ഷൻ. എന്നിട്ട് പേപ്പർ നിങ്ങൾ അങ്ങനെ വെച്ചിട്ട് നോർത്ത് ഏതാണ്, അതായത് നിങ്ങൾ തിരിഞ്ഞിരിക്കുന്ന അഭിമുഖമായിട്ട് നിൽക്കുന്നത് സൗത്ത്, അതിന് നേരെ ഓപ്പോസിറ്റ് നോർത്ത്, പിന്നെ നോർത്തിന്റെ വലതുവശത്തായിട്ട് ഈസ്റ്റ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വെസ്റ്റ്, അങ്ങനെ മാർക്ക് ചെയ്യുക ഈ പേപ്പറിൽ. വൈൽ ഡ്രോയിങ് ദ സ്കെച്ച് ഓൺ പേപ്പർ, മാർക്ക് ദ നോർത്ത് ഓൺ ദ ടോപ്പ് സൈഡ് ഓഫ് ദ പേപ്പർ, സൗത്ത് ഓൺ ദ ബോട്ടം സൈഡ്, ഈസ്റ്റ് ഓൺ ദ റൈറ്റ് സൈഡ് ആൻഡ് വെസ്റ്റ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പേപ്പറിന്റെ മുകൾ ഭാഗത്ത് നോർത്ത്, താഴ്ഭാഗത്ത് സൗത്ത്, വലതുഭാഗത്ത് ഈസ്റ്റ്, ഇടതുഭാഗത്ത് വെസ്റ്റ്, അങ്ങനെ വരയ്ക്കുക. ദ ഡയറക്ഷൻസ് ഷുഡ് ബി മാർക്ക്ഡ് യൂസിങ് ദ ഗിവൺ സിമ്പിൾ. നമുക്കിവിടെ സിമ്പിൾ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. നോർത്തിനെ N എന്ന് എഴുതുക, സൗത്തിനെ S, ഈസ്റ്റിന് E, വെസ്റ്റിനെ W, അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് ക്ലാസ്സിലുള്ള ഓരോ ഒബ്ജക്ട്സും, അതായത് ബ്ലാക്ക് ബോർഡ് എവിടെയാണ്, ബെഞ്ച് ഡെസ്കുകൾ എവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഡോർ എവിടെയാണ്, അതൊക്കെ വരച്ചു കൊടുക്കുക. ഓരോ ഒബ്ജക്റ്റിനെയും ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട സിമ്പലും ഇവിടെ തന്നിട്ടുണ്ട്. ബ്ലാക്ക് ബോർഡിന് നോക്കൂ, വിൻഡോയെ, ഡോറ്, ഡെസ്ക്, ബെഞ്ച്, ഇത്രയും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള സിമ്പിൾസും ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ. ലെറ്റ് us ഫൈൻഡ് ഔട്ട്. ഇനി നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, നോക്കൂ. ഒരു സ്കൂള്, ലൈബ്രറി, പോസ്റ്റ് ഓഫീസ്, പിന്നെ അതുപോലെ ഷോപ്പ്, പിന്നെ റഹാൻസ് ഹൗസ്, ഹോസ്പിറ്റൽ, ഇതൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് എന്ന് മാർക്ക് ചെയ്തിട്ട് കോമ്പസിന്റെ ഇതും തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഒരു ഫോട്ടോയും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള ഒബ്സർവ് ദ പിക്ചർ ഗിവൺ എബവ് ആൻഡ് ഫൈൻഡ് ആൻസേഴ്സ്. താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് ഈ പിക്ചർ നോക്കിയിട്ട് അതിന് ആൻസർ ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ സ്കൂൾ ഈസ് ദ ലൈബ്രറി. സ്കൂളിന്റെ ഏത് ഡയറക്ഷനിലാണ് ലൈബ്രറി നിൽക്കുന്നത്? നോക്കൂ, സ്കൂളിന്റെ ഇവിടെയാണ്
ലൈബ്രറി വരുന്നത് അല്ലെ, അതായത് സൗത്ത് ഡയറക്ഷനിലാണ് വരുന്നത്. രണ്ടാമത്തേത് ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ഈസ് ദ ലൈബ്രറി. പോസ്റ്റ് ഓഫീസിന്റെ ഏത് ഡയറക്ഷനിലാണ് ലൈബ്രറി? പോസ്റ്റ് ഓഫീസ് ഇതാ ഇവിടെയാണ്, അതിന്റെ നേരെ ഇവിടെയാണ് ലൈബ്രറി വരുന്നത്. സോ വെസ്റ്റ് ഡയറക്ഷനിലാണ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് അഹാന ആൻഡ് റഹാൻ ട്രാവൽ ടു റീച്ച് ദ ഹോസ്പിറ്റൽ ഫ്രം ദയർ ഹൗസ്. അഹാനയും റഹാനും അവരെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാൻ ഏത് ഡയറക്ഷനിൽ പോകണം? അഹാന്റെയും റഹാന്റെയും വീട് ഇവിടെയാണ്. അവിടെ നിന്ന് ഇങ്ങനെ പോയാൽ ഈസ്റ്റ് ഡയറക്ഷനിൽ പോയാൽ അവർക്ക് ഹോസ്പിറ്റലിലേക്ക് എത്താം. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് റഹാൻസ് ഹൗസ് ഈസ് ദ സ്കൂൾ. റഹാന്റെ വീടിന്റെ ഏത് ഡയറക്ഷനിലാണ് സ്കൂൾ? റഹാന്റെ വീടിന്റെ തൊട്ട് മുകളിലായിട്ടാണ്, അതായത് നോർത്ത് ഡയറക്ഷനിലാണ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ സ്കൂൾ ഈസ് ദ ഹോസ്പിറ്റൽ. സ്കൂളിന്റെ ഏത് ഡയറക്ഷനിലാണ് ഹോസ്പിറ്റൽ? ഈസ് ഇറ്റ് എക്സാക്ട്ലി ഓൺ ദ ഈസ്റ്റ്. ഈസ്റ്റിൽ തന്നെയാണോ? കറക്റ്റ് ഈസ്റ്റിലല്ല, പകരം നോക്കൂ, സൗത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിലാണ് അല്ലേ. സോ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഹോസ്പിറ്റൽ കിടക്കുന്നത്. മാപ്പ് ഓഫ് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. നമുക്കിനി ഇവിടെ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അവിടെ വാർഡ് 1 മുതൽ 17 വരെയുള്ള വാർഡുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ വാർഡിലും എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കൂ, സ്റ്റേറ്റ് ബൗണ്ടറി എങ്ങനെയാണ്, വാർഡ് ബൗണ്ടറി എങ്ങനെയാണ്, പഞ്ചായത്ത് റോഡ് എങ്ങനെയാണ്, നാഷണൽ ഹൈവേ, റിവർ, പാഡി ഫീൽഡ്, സ്കൂൾ, ഹോസ്പിറ്റൽ, പഞ്ചായത്ത് ഓഫീസ്, പ്ലേ ഗ്രൗണ്ട്, പോണ്ട്, ഫോറസ്റ്റ്, ഇതിനൊക്കെ ഏത് സിമ്പലിലാണ്, ഏത് ഇൻഡെക്സിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതുമായിട്ട് ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നോക്കൂ, ലെറ്റസ് ഒബ്സർവ് ദ മാപ്പ് ഓഫ് നൂൽപ്പുഴ, ദ ഗ്രാമപഞ്ചായത്ത് ഇൻ കേരള വിച്ച് ഷെയർസ് ദ ബോർഡർ വിത്ത് ബോത്ത് തമിഴ്നാട് ആൻഡ് കർണാടക. തമിഴ്നാടും കർണാടകയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് എന്ത്? നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. ദർ ആർ 17 വാർഡ്സ് ഇൻ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തില് ആകെ 17 വാർഡുകളാണ് ഉള്ളത്. വിച്ച് ആർ ദ വാർഡ്സ് ദാറ്റ് ഹാവ് സ്കൂൾസ്. സ്കൂളുകളുള്ള വാർഡുകൾ ഏതൊക്കെയാണ്? അപ്പൊ നിങ്ങൾക്ക് ആ സ്കൂളിന്റെ ഇൻഡെക്സ് കണ്ടോ, അത് നോക്കിയാൽ മതി. അത് ഏതൊക്കെയാ വാർഡുകളിലുണ്ട്? വാർഡ് 6, 8, 10, 14, 16, 17. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വിച്ച് ആർ ദ വാർഡ്സ് ദാറ്റ് ഹാവ് പാഡി കൾട്ടിവേഷൻ. പാടം ഉള്ള വാർഡുകൾ ഏതൊക്കെയാണ്? വാർഡ് 1, 13, 15. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് വാർഡ് ഈസ് ദ ഹോസ്പിറ്റൽ സിറ്റുവേറ്റഡ്. ഏത് വാർഡിലാണ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്? വാർഡ് 5 മാത്രമാണ്. വിച്ച് ആർ ദ വാർഡ്സ് ത്രൂ ദ റിവർ ഫ്ലോസ്. പുഴ ഒഴുകുന്ന വാർഡുകൾ ഏതൊക്കെയാണ്? വാർഡ് 6, 7, 8, 9, 10, 14, 15, 16. ഫ്രെയിം മോർ ക്വസ്റ്റ്യൻസ്. നിങ്ങളോട് ഇത് നോക്കിയിട്ട് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം കേട്ടോ. ഫ്രം ദ മാപ്പ് വാട്ട് ഹെൽപ്ഡ് us ടു ഫൈൻഡ് ഔട്ട് ദ സ്കൂൾ ആൻഡ് പാഡി ഫീൽഡ്സ്. തന്നിരിക്കുന്ന മാപ്പിൽ നിന്ന് നമുക്ക് സ്കൂളും അതുപോലെ പാഡി ഫീൽഡും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് എന്താണ്? ഇൻഡെക്സ് ആണല്ലേ. ഓരോന്നിന്റെ ആ സിമ്പൽ തന്നതുകൊണ്ടാണ്, അടയാളങ്ങൾ തന്നതുകൊണ്ടാണ് നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. There are signs and symbols to make buildings, water bodies, modes of transport, agricultural resources, forest and wildlife sanctuary in a map. These are known as index of a map. ഓരോ മാപ്പിലും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള അതായത് ഓരോ സിമ്പിൾസ് തന്നിട്ടുണ്ടായിരിക്കും. അതായത് ബിൽഡിങ്ങുകളുടെ സിമ്പല്, പിന്നെ വാട്ടർ ബോഡീസ്, റിവർ ആണെങ്കിൽ റിവറിന്റെ, ലേക്ക് ആണെങ്കിൽ വേറൊരു സിമ്പല്, പിന്നെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, അതായത് എയർപോർട്ട് ഉണ്ടെങ്കിൽ എയറോപ്ലെയിനിന്റെ ചിത്രം, പിന്നെ തുറമുഖം ഉണ്ടെങ്കിൽ ഷിപ്പിന്റെ ചിത്രം, അതുപോലെ റെയിൽവേ ഉണ്ടെങ്കിൽ റെയിൽവേയുടെ ചിത്രം, പിന്നെ അതുപോലെ അഗ്രികൾച്ചറൽ റിസോഴ്സ്, നമ്മൾ പാഡി കണ്ടതുപോലെ അങ്ങനെ, ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ ഗ്രീനിഷ് ആയിട്ടുള്ള കളറ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള സിമ്പലുകളെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. എക്സാമിൻ ദ മാപ്പ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് വാർഡ്. ഇനി ഈ മാപ്പ് നോക്കിയിട്ട് ഓരോ വാർഡിലും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് ഫീച്ചേഴ്സ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ വാർഡിൽ പാഡി ഫീൽഡ്സ് ഉണ്ട്, ഫോറസ്റ്റ് ഏരിയാസ് ഉണ്ട്, പിന്നെ പഞ്ചായത്ത് റോഡ് എല്ലാ ഇതിലും ഉണ്ട്. സോ അത് നിങ്ങൾക്ക് എല്ലാത്തിലും എഴുതാം കേട്ടോ. സെക്കൻഡ് വാർഡിൽ പഞ്ചായത്ത് റോഡ് ഉണ്ട്, അതുപോലെ ഫോറസ്റ്റ് ഏരിയാസ് ഉണ്ട്. തേർഡ് വാർഡിൽ പഞ്ചായത്ത് റോഡ് ഉണ്ട്, ഫോറസ്റ്റ് ഏരിയാസ് ആണ്. ഫോർത്ത് വാർഡിൽ പഞ്ചായത്ത് റോഡ്, ഫോറസ്റ്റ് ഏരിയ. ഫിഫ്ത്ത് വാർഡ് പഞ്ചായത്ത് റോഡ്, ഹോസ്പിറ്റൽ, ഫോറസ്റ്റ് ഏരിയ. ദെൻ സിക്സ്ത് വാർഡ് പഞ്ചായത്ത് റോഡ്, സ്കൂള്, റിവർ, നാഷണൽ ഹൈവേ. സെവൻത്ത് വാർഡ് പഞ്ചായത്ത് റോഡ്, റിവർ, നാഷണൽ ഹൈവേ, ഫോറസ്റ്റ് ഏരിയാസ്. എയ്ത്ത് വാർഡ് പഞ്ചായത്ത് റോഡ്, സ്കൂള്, നാഷണൽ ഹൈവേ, ഫോറസ്റ്റ് ഏരിയ. ഇനി വാർഡ് 9 പഞ്ചായത്ത് റോഡ്, നാഷണൽ ഹൈവേ, റിവർ, ഫോറസ്റ്റ് ഏരിയ. വാർഡ് 10 പഞ്ചായത്ത് റോഡ്, സ്കൂള്, റിവർ, ദെൻ ഫോറസ്റ്റ് ഏരിയ. പിന്നെ വാർഡ് 11 പഞ്ചായത്ത് റോഡ്, വാർഡ് 12 പഞ്ചായത്ത് റോഡ്, പിന്നെ വാർഡ് 13 പഞ്ചായത്ത് റോഡ്, അതുപോലെ പാഡി ഫീൽഡ്സ്. വാർഡ് 14 പഞ്ചായത്ത് റോഡ്, സ്കൂള്, നാഷണൽ ഹൈവേ, റിവർ.
വാർഡ് 15 പഞ്ചായത്ത് റോഡ്, പാഡി ഫീൽഡ്സ്, റിവർ. വാർഡ് 16 പഞ്ചായത്ത് റോഡ്, സ്കൂള്, റിവർ, നാഷണൽ ഹൈവേ, പഞ്ചായത്ത് ഓഫീസ്. ദെൻ വാർഡ് 17 പഞ്ചായത്ത് റോഡ്, സ്കൂൾ, റിവർ, നാഷണൽ ഹൈവേ, പ്ലേ ഗ്രൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ടു കേരള. എക്സാമിൻ ദ മാപ്പ് ഗിവൺ ബിലോ. നമുക്ക് താഴെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. നോക്കൂ മക്കളെ, ആ മാപ്പ് കേരളയുടെ മാപ്പാണ്, കേരളത്തിന്റെ മാപ്പാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ തന്നെ എയർപോർട്ട്, അതുപോലെ സീ പോർട്ട്, അതായത് തുറമുഖം, അതിനാണ് നമുക്ക് ഓരോ മാർക്ക് ഇത് തന്നിട്ടുള്ളത്. അതുപോലെ സ്റ്റേറ്റ് ബൗണ്ടറി, ഡിസ്ട്രിക്ട് ബൗണ്ടറി, ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ്, റെയിൽവേ, അത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമായിട്ട് ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ഈസ് ദ അറേബ്യൻ സീ. കേരള സംസ്ഥാനത്തിന്റെ ഏത് ഡയറക്ഷനിലാണ് അറേബ്യൻ സീ വരുന്നത്? നമുക്ക് അതിനായിട്ട് തന്നിരിക്കുന്ന കേരളത്തിന്റെ മാപ്പ് ഒന്നുകൂടെ നോക്കാം. നോക്കൂ, അറേബ്യൻ സീ ദാ ഇവിടെയാണ്, ഈ ഭാഗത്താണ് വരുന്നത്, അതായത് ഇത് വെസ്റ്റ് ഭാഗമാണ്. ദെൻ നെയിം ദ ഡിസ്ട്രിക്ട് അറ്റ് ദ സതേൺ എൻഡ് ഓഫ് കേരള. കേരളത്തിന്റെ സൗത്തിലെ ഏറ്റവും അറ്റത്ത് കാണുന്ന ഡിസ്ട്രിക്ട് ഏത്? നോക്കൂ, സൗത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെയാണ്, ബോട്ടം ഭാഗത്താണ്. അതേതാണ്? തിരുവനന്തപുരമാണ്. വിച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട്സ് ഹാവ് എയർപോർട്ട്സ്. എയർപോർട്ടുകളുള്ള ഡിസ്ട്രിക്ട് ഏതൊക്കെയാണ്? കണ്ണൂർ, മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം. വിച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട്സ് ഹാവ് സീ പോർട്ട്. തുറമുഖങ്ങളുള്ള ഡിസ്ട്രിക്ട് ഏതൊക്കെയാണ്? കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം. വിച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട്സ് ഡു നോട്ട് ഹാവ് റെയിൽവേ ലൈൻസ്. റെയിൽവേ പാത ഇല്ലാത്ത ഡിസ്ട്രിക്റ്റുകൾ ഏതൊക്കെയാണ്? അപ്പൊ ഈ റെഡ് ഡോട്ട് ഇല്ലാത്ത ഡിസ്ട്രിക്റ്റുകൾ നോക്കിയാൽ മതി. വയനാട്, ഇടുക്കി. വിച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട്സ് ഷെയർ ദയർ ബോർഡേഴ്സ് വിത്ത് തമിഴ്നാടു. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഡിസ്ട്രിക്ട് ഏതൊക്കെ? ഇപ്പൊ തമിഴ്നാട് എന്ന് പറയുമ്പോൾ ഈ കട്ടിയുള്ള ഈ ബ്ലാക്ക് ലൈനിൽ തുടങ്ങി സൗത്തിലെ എൻഡ് വരെയാണ് ഉള്ളത്. മലപ്പുറം, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്നീ ഡിസ്ട്രിക്റ്റുകളാണ്. വിച്ച് ഓഫ് ദ ഡിസ്ട്രിക്ട്സ് ഹാവ് സീ ഷോ. കടൽ തീരമുള്ള ഡിസ്ട്രിക്റ്റുകൾ ഏതൊക്കെ? കടൽ തീരം എന്ന് പറയുമ്പോൾ ഈ അറേബ്യൻ സീ ആണ്, അതായത് ഈ വെസ്റ്റ് ഭാഗത്ത് ടച്ച് ചെയ്യുന്ന എല്ലാ ഡിസ്ട്രിക്റ്റും എഴുതണം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ഡിസ്ട്രിക്റ്റുകളാണ്. പ്രിപ്പയർ എ ഹാൻഡ് റിട്ടൺ മാഗസിൻ അബൌട്ട് കേരള ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ കളക്റ്റഡ്. നമ്മളിപ്പോൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ കേരളത്തെ കുറിച്ചൊരു കയ്യെഴുത്ത് മാസിക തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റിവേഴ്സ് ഓഫ് കേരള. ഇനി കേരളത്തിലെ റിവറുകൾ, പുഴകൾ, നദികൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. കേരള ഇസ് എ ലാൻഡ് വിത്ത് പ്ലെന്റി ഓഫ് പാഡി ഫീൽഡ്, സ്ട്രീംസ്, റിവേഴ്സ്, ബാക്ക്വാട്ടേഴ്സ് ആൻഡ് ലേക്സ്. ദേ എൻഹാൻസ് ദ ചാം ഓഫ് അവർ സ്റ്റേറ്റ്. കേരള എന്ന് പറയുന്നത് ഒത്തിരി പാടങ്ങളും അതുപോലെ അരുവികളും പുഴകളും തടാകങ്ങളും ഒക്കെ നിറഞ്ഞൊരു സ്റ്റേറ്റ് ആണ്. ഇക്കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ എന്താണ്, നമ്മുടെ കേരളത്തിന്റെ ഭംഗി കൂടുന്നുണ്ട്. ദർ ആർ 44 റിവേഴ്സ് ഇൻ കേരള. കേരളത്തിൽ ടോട്ടൽ 44 റിവറുകളാണുള്ളത്. 41 റിവേഴ്സ് ഫ്ലോ ടുവേർഡ്സ് ദ വെസ്റ്റ് ആൻഡ് 3 റിവേഴ്സ് ഫ്ലോ ടു ദ ഈസ്റ്റ്. അതിൽ ഈ 44 റിവേഴ്സിൽ 41 റിവേഴ്സും വെസ്റ്റിലേക്കാണ് ഒഴുകുന്നത്. വെറും 3 റിവേഴ്സ് മാത്രമേ ഈസ്റ്റിലേക്ക് ഒഴുകുന്നുള്ളൂ. യൂസിംഗ് ദ മാപ്പ് ഗിവൺ ഇൻ ദ നെക്സ്റ്റ് പേജ്, ഫൈൻഡ് ഔട്ട് ദ റിവേഴ്സ് ദാറ്റ് ഫ്ലോസ് ടു ദ ഈസ്റ്റ് ആൻഡ് ദ ഡിസ്ട്രിക്ട്സ് ഫ്രം വിച്ച് ദേ ഒറിജിനേറ്റ്. നമുക്കിനി അടുത്ത പേജിൽ ഒരു കേരളത്തിന്റെ മാപ്പും റിവറുകളെ സംബന്ധിച്ചൊരു മാപ്പ് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഏതൊക്കെ റിവറുകളാണ് ഈസ്റ്റിലേക്ക് ഒഴുകുന്നതെന്നും അത് ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഉത്ഭവിക്കുന്നതെന്നും സ്റ്റേറ്റിലൂടെയാണ് ഒഴുകുന്നതെന്നും നിങ്ങൾ എഴുതണം. അപ്പൊ നമുക്കത് നെക്സ്റ്റ് എഴുതാം. ഇപ്പൊ ഞാൻ ആദ്യം 3 റിവറുകൾ, ഈസ്റ്റിലേക്ക് ഒഴുകുന്ന 3 റിവറുകളുടെ പേര് തരാം. കബനി, ഭവാനി, പാമ്പാർ തുടങ്ങിയ റിവറുകളാണ് ഈസ്റ്റിലേക്ക് ഒഴുകുന്ന 3 അത് ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് നമുക്കിനി മാപ്പ് നോക്കുമ്പോൾ പരിശോധിക്കാം. അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വൈ ഡു മോസ്റ്റ് ഓഫ് ദ റിവേഴ്സ് ഫ്ലോ ടുവേർഡ്സ് ദ വെസ്റ്റ്? ഡിസ്കസ്. അധിക റിവറുകളും ഒട്ടുമിക്ക റിവറുകളും അതായത് 44 റിവേഴ്സിൽ 41 വെസ്റ്റിലേക്കാണ് ഒഴുകുന്നത്. അതിനുള്ള റീസൺ എന്തെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ലോജിക്കലി ആലോചിച്ചാൽ തന്നെ അറിയാം എന്താണ്, നമ്മുടെ കേരളത്തിന്റെ ടോപ്പോഗ്രഫിയാണ് അല്ലെ. കേരളം കിടക്കുന്നത് ഒരു ചരിഞ്ഞിട്ടാണ്. അപ്പൊ ആ രീതിക്ക് ആലോചിച്ചാൽ മതി. The topography of Kerala is sloping towards the western coast. The high western Ghats mountains lie to the east and the Arabian Sea to the west. Therefore, most of the rivers flow westward. അതായത് കേരളത്തിന്റെ ടോപ്പോഗ്രഫി, അതായത് കേരളം ഒരു സ്ലോപ്പിലാണ്, ചെരിഞ്ഞിട്ടാണുള്ളത്. വെസ്റ്റേൺ ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് കേരളത്തിന്റെ ഈസ്റ്റ് ഭാഗത്ത് മുഴുവൻ ഹൈ വെസ്റ്റേൺ ഘട്ട്സ് ആണ്, അതായത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളാണ്. അതുപോലെ വെസ്റ്റ് ഭാഗത്ത് അറേബ്യൻ സീയും ആണ്. അപ്പൊ നമുക്കറിയാം റിവേഴ്സ്, റിവേഴ്സ് ഒക്കെ എന്താണ്, മലകളിൽ നിന്ന് ഉത്ഭവിച്ച് കടലിൽ ചെന്ന് പതിക്കുക, അങ്ങനെയാണല്ലേ. മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു, കടലിലേക്ക് ഒഴുകുന്നു, അങ്ങനെയാണ് റിവേഴ്സ് ഉള്ളത്. സോ റിവേഴ്സ് ഈസ്റ്റിലുള്ള മൗണ്ടൻ ഘട്ട്സിൽ നിന്ന് ഉത്ഭവിച്ച്
ഫ്ലോ ചെയ്ത് അറേബ്യൻ സീയിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് എല്ലാതും വെസ്റ്റ് വേർഡ്സിലേക്ക് മോസ്റ്റ് ഓഫ് ദ റിവേഴ്സ് ഒഴുകുന്നത് കേട്ടോ. ഇനി റിവേഴ്സ് മാത്രമല്ല, കേരളത്തിൽ ബാക്ക് വാട്ടേഴ്സ് അല്ലെങ്കിൽ ലേക്സും ഉണ്ട്, തടാകങ്ങളും ഉണ്ട്. There are 34 backwaters in Kerala. Among them, some are larger than the others. Out of these, 27 are connected with the sea and the remaining 7 are inland backwaters. കേരളത്തിൽ ആകെ 34 ബാക്ക്വാട്ടേഴ്സ് ആണുള്ളത്. ഇതിലെല്ലാം എന്താണ്, ചിലതൊക്കെ വളരെയധികം വലുപ്പമുള്ളതാണ്, മറ്റുള്ളതിനെ അപേക്ഷിച്ച് വലുതാണ്. ദെൻ ഇതിൽ 24 ലേക്സും എന്താണ്, സീയുമായിട്ട് കടലുമായിട്ട് കണക്ട് ചെയ്തതാണ്. ബാക്കി 7 മാത്രം എന്താണ്, കടലുമായിട്ട് കണക്ട് ചെയ്യാത്തത്. അതൊക്കെ എന്താണ്, ഇൻലാൻഡ് ബാക്ക്വാട്ടേഴ്സ് ആണ്, ഉൾനാടൻ തടാകങ്ങളാണ് വരുന്നത്. കണ്ടോ, ഇനി നമുക്കിവിടെ റിവേഴ്സിന്റെ കേരളത്തിലെ റിവേഴ്സിന്റെ എന്ത് തന്നിട്ടുണ്ട്, മാപ്പിൽ തന്നിട്ടുണ്ട്. ഇതിൽ റിവറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഡെക്സ് ചെയ്ത്, ലേക്കിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഡെക്സ് ചെയ്ത് എന്നും ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ആർ ദ റിവേഴ്സ് ഫ്ലോയിങ് ത്രൂ മോർ ദാൻ വൺ ഡിസ്ട്രിക്ട്? ഒന്നിലധികം ജില്ലകളിലൂടെ ഒഴുകുന്ന റിവേഴ്സ് ഏതൊക്കെ? പമ്പയാർ, പെരിയാർ, ഭാരതപ്പുഴ, ചാലിയാർ റിവർ എന്നിവയാണ് ഒഴുകുന്നത് കേട്ടോ. ഇനി വിച്ച് ആർ ദ റിവേഴ്സ് ദാറ്റ് ഫ്ലോ ത്രൂ വൺ ഡിസ്ട്രിക്ട് ഓൺലി? ഒരു ജില്ലയിലൂടെ മാത്രം ഒഴുകുന്ന റിവറുകൾ ഏതൊക്കെ? കരമനയാർ, പാമ്പാർ, ഭവാനി, കബനി റിവർ, വളപട്ടണം റിവർ, മഞ്ചേശ്വരം റിവർ തുടങ്ങിയവയാണ്. ആർ ദർ എനി ഡിഫറൻസസ് ബിറ്റ്വീൻ റിവേഴ്സ് ആൻഡ് ലേക്സ്? പുഴകളും അതുപോലെ ലേക്സും തടാകങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? യെസ്, ഉണ്ട്. അതിനു മുന്നേ ആയിട്ട് നമ്മളോട് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈസ്റ്റിലേക്ക് ഒഴുകുന്ന 3 റിവറുകളും എവിടെയാണ്, ഏത് ഡിസ്ട്രിക്റ്റിലൂടെയാണ് ഒഴുകുന്നത് എന്നല്ലേ. കബനി ഫ്ലോ ചെയ്യുന്നത് വയനാടിലൂടെയാണ്, ഭവാനി പാലക്കാട്, പാമ്പാർ ഇടുക്കി എന്നിങ്ങനെയാണ് ഈ ഈസ്റ്റിലേക്ക് ഒഴുകുന്ന 3 റിവേഴ്സും ഫ്ലോ ചെയ്യുന്നത്. ഇനി നമുക്ക് റിവേഴ്സും ലേക്സും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കാം. അതിന് നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഓരോ ഡിഫറൻസ് നമുക്ക് അതിൽ തന്നിട്ടുണ്ട്. റിവർ ഫ്ലോവിങ് അറ്റ് ലെങ്ത്, വളരെ നീളത്തിൽ ഒഴുകുന്ന വാട്ടർ ബോഡീസ് ആണ് എന്ത്, റിവർ. ലേക്സ് സ്പ്രെഡ് വൈഡ് അക്രോസ് ആൻ ഏരിയ, ഒരു ഏരിയയിൽ പരന്നൊഴുകുന്ന വാട്ടർ ബോഡിയാണ് എന്ത്, ലേക്സ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ഡിഫറൻസ് ആയിട്ട് എന്ത് എഴുതാം? റിവർ മൂവ്സ് ഫ്ലോ കണ്ടിന്യൂസ്ലി, ഒന്നുകിൽ മൂവ്സ് ഓർ ഫ്ലോ, തുടർച്ചയായിട്ട് ഒഴുകുന്നതാണ് റിവർ. ലേക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേ സ്റ്റിൽ, ഒഴുക്ക് അധികം ഉണ്ടാവില്ല, നിശ്ചലമായിട്ട് തുടരും. പിന്നെ അടുത്തുപോലെ റിവറിന്റെ മറ്റൊരു പ്രത്യേകത, ഹാസ് എ സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിങ് പോയിന്റ്, ഒരു ഉത്ഭവസ്ഥാനവും അതുപോലെ പതിക്കുന്ന ഒരു സ്ഥലവും ഉണ്ട്. ദെൻ ലേക്സിനെ അപേക്ഷിച്ച് ഹാസ് നോ ഫ്ലോവിംഗ് ഡയറക്ഷൻ, എഴുതുന്നതിനായിട്ടൊരു പ്രത്യേക ഡയറക്ഷൻ ഇല്ല. ഇനി റിവറുകൾക്ക് മോർ ഫ്ലോ, അതായത് ഒഴുക്ക് കൂടുതലായിരിക്കും. ലേക്സ് ലെസ് ഫ്ലോ, ഒഴുക്ക് കുറവായിരിക്കും. പിന്നെ അതുപോലെ കടലുമായിട്ട് ബന്ധമുണ്ട്, കടലുമായിട്ട് ബന്ധമില്ല, അതും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇനി നമുക്ക് ഇതിലെ ലെറ്റസ് ആസസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 1, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് മേക്ക് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. നമുക്ക് താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചറിൽ കോളേജ്, ഹോസ്പിറ്റൽ, ഷോപ്പിംഗ് മോള്, ഹോട്ടൽ, അതുപോലെ പോലീസ് സ്റ്റേഷൻ, പാർക്ക്, മ്യൂസിയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഡയറക്ഷനും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിന്റെ ഓപ്ഷൻസ് നോക്കിയിട്ട് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ എ നോക്കൂ. ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ കോളേജ് ഈസ് ദ മ്യൂസിയം സിറ്റുവേറ്റഡ്? കോളേജിന്റെ ഏത് ഡയറക്ഷനിലാണ് മ്യൂസിയം ഉള്ളത്? സോ നോക്കൂ മക്കളെ, കോളേജിന്റെ ഏകദേശം സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് മ്യൂസിയം ഉള്ളത്. ബി, ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ പാർക്ക് ഈസ് ദ പോണ്ട് ലൊക്കേറ്റഡ്? പാർക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ പോണ്ട്, കുളം ഏത് ഡയറക്ഷനിലാണ് ഉള്ളത്? നോക്കൂ, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഉള്ളത്. സി, ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ പോലീസ് സ്റ്റേഷൻ ഈസ് ദ കോളേജ് സിറ്റുവേറ്റഡ്? പോലീസ് സ്റ്റേഷന്റെ ഏത് ഭാഗത്താണ് കോളേജ് ഉള്ളത്? ഇങ്ങനെയാണ് വരുന്നത്, നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ഉള്ളത്. ക്വസ്റ്റ്യൻ 2, വെൻ എ പേഴ്സൺ ഈസ് ലുക്കിംഗ് അറ്റ് മാപ്പ്, ടു വിച്ച് ഡയറക്ഷൻ ഓൺ ദ മാപ്പ് ഡസ് ഹിസ് റൈറ്റ് സൈഡ് പോയിന്റ് ടു? ഒരാൾ മാപ്പിനെ അഭിമുഖമായിട്ട് നിൽക്കുകയാണെങ്കിൽ അയാളുടെ ഏത് ഭാഗത്തേക്കാണ് റൈറ്റ് ഡയറക്ഷൻ, റൈറ്റ് ഹാൻഡ് വരുന്നത് ഏത് ഭാഗത്തേക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ മാപ്പിലേക്ക് നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ നോർത്ത് ഡയറക്ഷൻ അഭിമുഖമായിട്ടാണ് അല്ലേ നിൽക്കുന്നത്. അയാളുടെ മുകൾ ഭാഗം നോർത്ത്, താഴ്ഭാഗം സൗത്ത്, അല്ലെങ്കിൽ പുറം ഭാഗം സൗത്ത്, വലത് ഭാഗം ഈസ്റ്റ്, റൈറ്റ് സൈഡ് ഈസ്റ്റ്, ലെഫ്റ്റ് സൈഡ് വെസ്റ്റ്. സോ ഈസ്റ്റ് സൈഡ് ആയിരിക്കും അയാളുടെ റൈറ്റ് വരുന്നത്. Question 3, how many other schools are there in the gram panchayat in which your school is located? നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിൽ ആകെ എത്ര സ്കൂളുകൾ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അത് ഓരോരുത്തരുടെയും ഗ്രാമപഞ്ചായത്ത് അനുസരിച്ച് മാറ്റം ഉണ്ടായിരിക്കും, അത് അന്വേഷിച്ച് എഴുതുക. Question 4, Leah is traveling with her family from തിരുവനന്തപുരം to കോഴിക്കോട് by train. In which direction are they traveling? ലിയയും ഫാമിലിയും തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർ ഏത് ഡയറക്ഷനിലാണ്
ഏത് ഡയറക്ഷനിൽ നിന്ന് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരം എന്ന് പറയുന്നത് സൗത്ത് എൻഡിലാണ്, കേരളത്തിന്റെ സൗത്തിലാണ്, ഏറ്റവും താഴെയാണ് അല്ലേ ഉള്ളത്. കോഴിക്കോട് എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ, അപ്പൊ നോർത്തിലാണ് ഉള്ളത്. നമുക്ക് ആ മാപ്പ് നോക്കിയാൽ തന്നെ അറിയാം, കേരളത്തിന്റെ മാപ്പ് ഒന്നുകൂടെ റീകോൾ ചെയ്താൽ അറിയാം. സോ അവര് സൗത്ത് ടു വെസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എങ്ങനെയൊക്കെയാണ് ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിൽ അറിയിക്കുകയും വേണേ. ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്